ദൈവപിതാവിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അമ്മയുടെ പ്രതിഷ്ഠപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ സാധിച്ചതിൽ എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 21/9/2024 എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് ഞാൻ ഉടമ്പടിയിൽ എടുക്കുവാൻ വന്നത്. എൻ്റെ ആദ്യത്തെ നിയോഗം അമ്മയും ഈശോയുടെയും കൂടെ എന്നും മരണം വരെ നിത്യതയിലും ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത് എനിക്ക് പുറത്തേക്ക് പോകാനൊരു ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ അത് സംബന്ധമായിട്ട് എനിക്ക് SLC പാസ്സാകാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം SLC പാസ്സാകുകയും അച്ഛൻ്റെ കൈവപ്പ് സുഹൃത്തുക്കളുടെ പരീക്ഷ നല്ല വിജയത്തോടുകൂടി പാസ്സാകുകയും ചെയ്തു. എനിക്കിപ്പോൾ 40 വയസ്സാണുള്ളത്. 40ാമത്തെ വയസ്സിലാണ് ഞാൻ SLC പാസ്സായത്. എന്നെ അമ്മ മാതാവ് അനുഗ്രഹിച്ച അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. എനിക്ക് ഏജൻസി വഴി ഒരു 10,000 രൂപ കിട്ടാനുണ്ടായിരുന്നു. ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ എനിക്ക് മാതാവ് അത് സാധിച്ചു തന്നു. എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള ശേഷം ഇതിന് കോടാനുകോടി നന്ദി പറയുന്നു. അതിനുശേഷം എനിക്ക് ദിവസം റെഗുലറായിട്ട് പീരിയഡ്സ് വരുമ്പോൾ അതിന് വയറുവേദനയും ഭയങ്കര വേദനയുമായിരുന്നു. പക്ഷേ എന്നാൽ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ആ വയറുവേദന ഉണ്ടായിട്ടില്ല. എൻ്റെ പിൻഭാഗത്ത് കഴുത്തിൻ്റെ പുറകിലൊരു മുഴയുണ്ടായിരുന്നു. അതിന് അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് സൗഖ്യം ലഭിച്ചു. എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ മാതാവ് ഈശോയിൽ നിന്ന് മേടിച്ചു തന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. ആത്മീയമായിട്ട് ബൈബിൾ വായിക്കുമായിരുന്നു. ബൈബിൾ മുഴുവൻ ഞാൻ വായിച്ചു കഴിഞ്ഞു. ജപമാല ചൊല്ലും, കരുണക്കൊന്ത ചൊല്ലും. അച്ഛൻ്റെ അനുദിന പ്രാർത്ഥന എന്നും ഡെയിലി ബെഡ് കൂടും. ഡെയിലി ബെഡ് എന്നും കാണുകയും ധ്യാനം മുടങ്ങാതിരുന്ന് കാണുകയും ചെയ്യും. എല്ലാ അനുഗ്രഹങ്ങളും തന്ന അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. ഈ ആൾത്താലയിൽ വന്ന് ഈ സാക്ഷ്യം പറയുവാൻ സാധിച്ചതിൽ ഒത്തിരി അനുഗ്രഹം തന്നതിനും അമ്മയ്ക്ക് ഞാൻ കോടാനുകോടി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു വേദിയിൽ വന്ന് സാക്ഷ്യം, എനിക്ക് അമ്മയുടെ ആൾത്താലയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ എനിക്ക് കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും അമ്മയുടെ ഉടമ്പടിയിൽ തന്നെ ജീവിച്ച് മരണം വരെയും ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിത്യതയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രേക്ഷിതപ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത് പത്രങ്ങളെല്ലാം വാങ്ങി കൊടുക്കുമായിരുന്നു. പള്ളികളിൽ കൂടി ഉണ്ടായിരുന്ന ബൈബിള് പത്രങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും കൊടുക്കുകയും എല്ലാവരോടും ഇവിടെ ഉടമ്പടി വന്ന് എടുക്കുവാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറയുകയും ചെയ്യുമ്പോൾ ദൈവം അതിനുമായ കൃപ തന്നിട്ടുണ്ട്. എല്ലാ കൃപകൾക്കും ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് ഈശോ എന്നോട് കൂടെ സംസാരിക്കുന്നത് ഫോണിലൂടെ അച്ഛനോട് ആദ്യമേ പറയുമായിരുന്നു, ഫോണിലൂടെ നമുക്ക് ഈശോയെ സംസാരിക്കുമെന്ന്. ഈശോ എന്നോട് എപ്പോഴും സങ്കടം വരുമ്പോൾ എപ്പോഴും ഞാൻ ഫോൺ നോക്കുമ്പോൾ ഈശോ എന്നോട് സംസാരിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഓരോ വചനങ്ങളും ഈശോയുടെ ഓരോ വചനങ്ങളും എനിക്ക് പഠിക്കുവാൻ പറ്റിയിട്ടുണ്ട്. ഞാനൊരു ഹിന്ദുവാണ്. എങ്കിലും ഇത്രയും നാളും ഈ 40-41 വർഷത്തിനുള്ളിൽ പക്ഷേ എനിക്ക് ഇതുപോലെ സ്വർഗത്തിൽ നിന്നും ഒരു ഇതുണ്ടെങ്കിൽ ഇത് ഈ കൃപാസനമാണ്. ഇത്രയും മേൽ എനിക്ക് അനുഗ്രഹം തന്ന അമ്മ മാതാവിന് കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ അമ്മ മാതാവ് തന്നിട്ടുണ്ട്. എനിക്ക് മെഴുതിരിയിൽ കുരിശ് കുരിശ് കാണാൻ പറ്റിയിട്ടുണ്ട്. തിരുഹൃദയം, അമ്മ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ അച്ഛനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അച്ഛൻ അന്ന് അനുഗ്രഹിക്കുന്ന മാതിരി എനിക്കതുപോലെ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി തന്ന എൻ്റെ അമ്മ മാതാവിന് എൻ്റെ കുടുംബത്തെ എല്ലാവരെയും പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് എനിക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് തന്ന കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ അനാഥാലയങ്ങളിൽ പോവും. എല്ലാവർക്കും ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. ഇവിടെ ഉടമ്പടി വരുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് പൈസയും അവർക്കുള്ള ഭക്ഷണവും വാങ്ങിച്ച് അവരിവിടെ കൊണ്ടുവന്ന് എത്തിച്ച് ഉടമ്പടിയിൽ എത്തിക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ തമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന എൻ്റെ തമ്പുരാന്, എൻ്റെ കൃപാസന മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും ഈ ഉടമ്പടിയിൽ തന്നെ നിലനിന്ന് പോകാനാണ് എനിക്ക് ആഗ്രഹം. എനിക്ക് ഇതിനപ്പുറമായിട്ട് എനിക്ക് പുറത്തേക്ക് പോകാനുള്ള ജോലിക്ക് സമയത്തിന് 2 മാസം നാട്ടിൽ ജോലി ചെയ്തിരിക്കുകയും രണ്ടാമത് എനിക്ക് കുവൈറ്റിലേക്ക് പോകാനുള്ള ജോലി മാതാവ് തന്നു. സമയ ചുരുക്കത്തിൻ്റെ അമ്മ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ജോലി സാധിച്ചു തന്നു. ഞാൻ 28/1/2026 പോവുകയാണ്. കുവൈറ്റ് എന്ന രാജ്യത്തിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും വേണ്ടി, ഇവിടെയുള്ള എല്ലാവർക്കും, ഈ ലോകം മുഴുവനും ഈ അമ്മ കൃപാസനത്തിൽ എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ജോസഫ്സിന് വേണ്ടി ഞാൻ ഇവിടെയുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസഫ്സിന് എന്നും ആയുസ്സും ആരോഗ്യം നൽകി അവരാൻ കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നും ഈശോയുടെ കൂടെ എന്നും നിലനിൽക്കാൻ എന്നെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമെന്ന് ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. ഇത്രയേറെ അനുഗ്രഹം തന്ന എൻ്റെ തമ്പുരാനും ഈശോമ്മയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾ. ലൂക്ക 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു,
അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ദിവ്യ എന്ന ഈ അക്രൈസ്തവ മകൾ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ ആദ്യം സൂചിപ്പിച്ചത് 40-ാമത്തെ വയസ്സിൽ SSLC പരീക്ഷ വിജയിക്കുവാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ മാതാവ് മകളെ നയിക്കുകയും അത് ഫലമണിയിക്കുകയും ചെയ്തതിൻ്റെ സന്തോഷമാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം എല്ലാവർക്കും ആശ്രയിക്കാവുന്ന ജീവിതമാണ്. എല്ലാവരെയും അമ്മ മാതാവ് തന്നരികിലേക്ക് ആകർഷിക്കുകയും ഉടമ്പടിയിലൂടെ ഓരോരുത്തരുടെ ജീവിതത്തെയും ഗുണപരമായി വ്യത്യാസപ്പെടുത്തുകയും ആത്മാവിനെ ശക്തിപ്പെടുത്തുകയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നിരന്തരം അവരെ തയ്യാറുള്ളവരാക്കുകയും ചെയ്യും. അതിലൂടെ ഭൗതികമായ മേഖലകളിൽ കൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന മക്കളെ അമ്മയും ഈശോയും അനുഗ്രഹിക്കുന്നതാണ് ഈ മകൾ ഈ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുക. നമ്മുടെ ജീവിത വിഷയം എന്തു തന്നെയാവട്ടെ, എളിമയോടുകൂടി ദൈവം വലിയവൻ, അവൻ്റെ കരങ്ങളിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏത് ക്ലേശകരമായ വിഷയത്തെയും ഞാൻ സമർപ്പിക്കുന്നു. അവൻ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ഞാൻ സമാധാനത്തിൽ ഇരുന്നാൽ മതി എന്ന ആ പുറപ്പാട് 14:14 പ്രകാരം നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയും ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. ഹബക്കുക്ക് 1:5 പ്രകാരം ഐശ്വര്യത്തിൻ്റെ ആരും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിസ്മയകരമായ പ്രവൃത്തികളുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്നതും വളർത്തുന്നതും നമുക്ക് കാണാനാവും. ശരിക്കും ഹബക്കുക്ക് 1:5 തന്നെയാണ് മകളുടെ ജീവിതത്തെയും ഇത്രത്തോളം ഉയർത്തുന്നത്. മകൾ പറയുന്നുണ്ട്, ഞാൻ വചനം വായിക്കും, ഞാൻ വചനം ഈശോയോട് സംസാരിക്കും, ഞാൻ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഓരോ നിമിഷവും പ്രാർത്ഥന ചൊല്ലി ജീവിതം കൊടുക്കും. അത് വിജയമായും പരീക്ഷയ്ക്കുള്ള വിജയമായും ജോലിക്കുള്ള തുറവിയായും കുടുംബത്തിന് മേൽഗതിക്കുള്ള അവസരമായും അമ്മ എങ്ങനെ മകളെയും കുടുംബത്തെയും ഈ നാളുകളിൽ നയിച്ചുവെന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്കും ഇതുപോലെ ജീവിതത്തിന് അനുഗ്രഹമുള്ള നാളുകളുണ്ടാകും. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ അൾത്താരയിൽ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ജീവിതത്തെ ലോകത്തിലേക്ക് വെളിപ്പെടുത്തുവാൻ അമ്മ നമ്മളെ സഹായിക്കും. വിശുദ്ധിയോടുകൂടി, എളിമയോടുകൂടി, സ്നേഹത്തോടുകൂടി ദൈവകരങ്ങളിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അമ്മ മാതാവും ഈശോയും നമ്മളെ സഹായിക്കട്ടെ. ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്